ഹായ് എവ്രി വൺ, ഞാൻ ഡോക്ടർ ജാസ്മിൻ, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജാസ്മിൻ ഹോമിയോപ്പതി ക്ലിനിക്. ഹെയർ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ തലമുടി കൊഴിയുക എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പുതിയ പല്ല് വരുമ്പോൾ പഴയ പല്ല് കൊഴിഞ്ഞു പോകുന്നത് പോലെ ഹെയർ ഫോളിക്കിൾസിൽ പുതിയ ഹെയർ വരുമ്പോഴേക്കും പഴയ മുടി കൊഴിഞ്ഞു പോകും. അതൊരു നോർമൽ പ്രോസസ്സാണ്. അത് ഒരു നോർമൽ പ്രോസസ്സാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഹെയർ ഗ്രോത്ത് സൈക്കിൾ. അതായത് മുടിയുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. മെയിൻലി 3 ഘട്ടങ്ങളിലൂടെയാണ് ഹെയർ ഗ്രോത്ത് നടക്കുന്നത്. ഒന്നാമത്തേത് അനജൻ സ്റ്റേജ്, അതായത് ഹെയറിന്റെ ഏറ്റവും ആക്റ്റീവ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആണിത്. ഹെയർ അതിന്റെ മാക്സിമം ലെങ്തും തിക്നെസ്സും അറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും. ഏതാണ്ട് 2 മുതൽ 7 വർഷം വരെയാണ് ഈ ഒരു സ്റ്റേജിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ചിലരിൽ മുടി അധികം നീളം വെക്കാറില്ല. അവരുടെ ആ ഒരു അനജൻ സ്റ്റേജിന്റെ ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കാം, കാരണം 2-3 വർഷമായിരിക്കാം. എന്നാൽ ചിലരുടെ മുടി നല്ല നീളത്തിന് വളരും അല്ലെങ്കിൽ നല്ല തിക്നെസ് ഉണ്ടാവും. അവരുടെ ആ ഒരു അനജൻ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഡ്യൂറേഷൻ കൂടിയതായിരിക്കും, കുറഞ്ഞത് ഒരു 6 or 7 years ഒക്കെ ഉണ്ടാവാം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് കാറ്റജൻ. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. ഏതാണ്ട് 2 മുതൽ 3 ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ആ സമയത്ത് ഹെയർ ഗ്രോത്ത് ഒന്നും നടക്കത്തില്ല, സ്കാൽപ്പിൽ ഇൻടാക്ട് ആയിട്ട് ഇരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ടീലോജൻ, അല്ലെങ്കിൽ അതൊരു റെസ്റ്റിംഗ് ഫേസ് ആയിരിക്കും. ഇവിടെ ഹെയർ ഗ്രോ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, ഫോളിക്കിൾസിൽ അങ്ങനെ ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം താഴ്ന്ന് പുതിയ ഹെയർ ഗ്രോത്ത് വരുമ്പോഴേക്കും ഈ പഴയ ഹെയർ ഇളകി പോകാനായിട്ട് അവിടെ കാത്തിരിക്കുന്നു. അതല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ടീലോജൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ തലയിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ പുറത്ത് മുടിയുണ്ട്. ഈ മുടികൾ ഓരോന്നും ഈ 3 സ്റ്റേജസിലായിരിക്കും, ഞാൻ മുന്നേ പറഞ്ഞ 3 സ്റ്റേജസിലായിരിക്കും ഉണ്ടാകുന്നത്. ടീലോജൻ സ്റ്റേജിലുള്ള ഹെയർ ഗ്രാജുവലി കൊഴിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദിവസം 100-ഓ 100-ൽ താഴെയോ 50-ഓ 100-ൽ താഴെയോ ഹെയർ ഫോൾ ചെയ്യുന്നത് ഒരിക്കലും അതൊരു ഹെയർ ഫോൾ ആയി കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഇതാണ്.